Hi children, good morning all of you. All of you welcome to English class. Previous class we already completed our first lesson, isn't it? Have you completed its notes? Did you study that one? Okay. Today's class we are going to discuss grammar portion. Tense. Have you heard that term tense before? What is a tense? Tense shows the time of an action, in which time an action took place. By checking that tense of a sentence, we can understand at what time that action takes place. Okay. Children, tense mainly divide into three. Do you know that one? Yes, present tense, past tense, future tense. These are the division. Present tense, past tense, future tense. And each tenses, present tense again divide into four, past tense again divide into four, likewise future tense also. But you have to study only few subdivisions only. For your first lesson, we are going to discuss simple present and present continuous. In the present tense, നമുക്ക് present ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ ഡീറ്റെയിൽ ഇൻഫോർമേഷൻ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. എനിവേ ഫോർ യുവർ കൺവീനിയൻസ് ഐ ഹാവ് റിട്ടൺ ഇറ്റ്സ് എ സ്ട്രക്ചർ ഓൺ ദി ബോർഡ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. ആൻഡ് ബിഫോർ ദാറ്റ് പ്രസൻറ്റ് ടെൻസ്, നമുക്കറിയാം പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനെ കാണിക്കുന്നതാണ്. ഇപ്പോൾ എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയാണ് പ്രസൻറ്റ് ടെൻസിൽ. ഇൻ ദ കേസ് ഓഫ് പാസ്റ്റ് ടെൻസ് ആൻ ആക്ഷൻ ഇറ്റ് മേ ബി ടുക്ക് പ്ലേസ്, ഫിനിഷ്ഡ് ആക്ഷൻസ്, കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് മീൻസ് ആൻ ആക്ഷൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൺ, അത് നടന്നിട്ടില്ല, നടക്കാനിരിക്കുന്ന പ്രവൃത്തികളാണ് ഫ്യൂച്ചർ ടെൻസ്. ദാറ്റ് യു നോ, isn't it? ഓക്കെ, വി ക്യാൻ ഗോ ത്രൂ ദി സബ് ഡിവിഷൻസ്. Can you follow? അപ്പോൾ പ്രസൻറ്റ് ടെൻസിലെ സബ് ഡിവിഷൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രസൻറ്റ് ടെൻസ് ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഐ ഓൾറെഡി റിട്ടൺ ഇറ്റ്സ് എ സ്ട്രക്ചർ, അതായത് ഹൗ വി ക്യാൻ റൈറ്റ് എ സെൻറ്റൻസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. വെൻ യു ചെക്ക് ദി സ്ട്രക്ചർ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. സബ്ജക്റ്റ് പ്ലസ് verb 1 means base form of the verb plus object. Actually, we know each verbs has three forms. Which are they? Verb 1, verb 2, verb 3. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Present form or base form of the verb, past form of the verb, past participle form of the verb. One example, if it is in the case of go. ഗോ എന്നുള്ളത് V1 ആണ്, ബേസ് ഫോമാണ്. അതിൻ്റെ V2 എന്താ? വെൻറ്റ്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ഇറ്റ്സ് എ തേർഡ് ഫോം V3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഇങ്ങനെയാണ് നമ്മൾ വേർബിൻ്റെ 3 ഫോമുകളുള്ളത്. നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ V1 മാത്രമേ വേണ്ടുള്ളൂ, വേർബ് 1 മാത്രമാണ് വേണ്ടത്. ആൻഡ് വെൻ വി ആർ യൂസിങ് സിമ്പിൾ പ്രസൻറ്റ് for expressing, for telling about general truth, routines, and a fact, for expressing a fact we are using. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫോർമേഷൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ടെക്സ്റ്റിൽ. ഇനി സബ്ജക്റ്റിനോട് കൂടി വേർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണല്ലോ സിമ്പിൾ പ്രസൻറ്റിൽ. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് വൺ എക്സാമ്പിൾ. റിയ ലൈക്സ് സ്റ്റോറീസ്. They like stories. One difference I think you noted there. നിങ്ങളവരോട് ഒരു ഡിഫറൻസ് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിയ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, isn't it? In the case of singular subject we add s there with what? With verb. വേർബിനോടുകൂടി നമ്മൾ എസ് എന്നുള്ളത് ആഡ് ചെയ്തു. ചില കേസുകളിൽ ഇ എസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റഡീസൊക്കെ വരുമ്പോൾ നമുക്ക് IES ആണ് അവിടെ വരുന്നത്. Riya likes stories. It is an example for what? Is simple present tense. അതായത് റിയ എന്നുള്ള സബ്ജക്റ്റിനോട് കൂടി വേർബ് 1 ആയിട്ടുള്ള V1 നമ്മൾ ആഡ് ചെയ്തു. And once again I am repeating, a particular rule is there in the case of simple present. What is that rule? If it is in the case of singular subject like Riya, singular subject, you have to add
എസ് ഓർ ഇ എസ് വിത്ത് വേർബ്. അത് നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമുള്ളൊരു റൂളാണ്. ആൻഡ് വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലൂറൽ സബ്ജക്റ്റ്? ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. ഇൻ ദ കേസ് ഓഫ് ദേ നോ നീഡ് ടു ആഡ് എസ് ഓർ ഇ എസ് വിത്ത് വേർബ്. ഇപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ദേ വി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേർബിനോട് എസ് ഓർ ഇ എസ് വേണ്ട. ഓക്കെ, ദാറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ക്യാൻ യു സേ വൺ എക്സാമ്പിൾ? ഹീ ഗോസ് ടു സ്കൂൾ. ഹീ ഗോസ് ആയപ്പോൾ ഇ എസ് ആണ് അവിടെ ആഡ് ചെയ്തത്. ദേ ഗോ ടു സ്കൂൾ. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. സെക്കൻഡ് സബ് ഡിവിഷൻ ഇൻ ദ പ്രസൻറ്റ് ടെൻസിൻ്റെ തന്നെ സെക്കൻഡ് ഡിവിഷനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇനി ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇവിടെ കണ്ടിന്യൂസ് ആക്ഷൻ ആയിരിക്കും. ഹിയർ ദ ആക്ഷൻ മേ ബി പ്രോഗ്രസീവ്. Now I am explaining tense, that is going on. Now you are listening. നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് കണ്ടിന്യൂസിൽ വരുന്നത്. അത് അറ്റ് പ്രസൻ്റ് ആണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മളൊരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിന് എക്സാമ്പിളായി. ഹിയർ യു ഹാവ് ടു യൂസ് എനി ഓക്സിലറി വേർബ് എമംഗ് ദിസ് വൺ, ഈസ്, ആം, ആർ. ഇതിലെ ഏതെങ്കിലും എനി വൺ യു ഹാവ് ടു യൂസ്. അതായത് നമ്മുടെ സബ്ജക്റ്റിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ റിയ സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ദേ ആണെങ്കിൽ ദേ ആർ റീഡിങ്. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഐ ആം റീഡിങ്. ദറ്റ് ഈസ് ദ ഡിഫറൻസ്. ദറ്റ് ഈസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് പാസ്റ്റ് ടെൻസ്. ഐ ഓൾറെഡി ടോൾഡ് വെൻ വി ആർ യൂസിങ് പാസ്റ്റ് ടെൻസ് for expressing a finished action. For telling about a completed action, we are using past tense. Here, first simple past, likewise, it's a term. Simple past is very simple. നമ്മളുടെ സിമ്പിൾ പാസ്റ്റ് വളരെ സിമ്പിളാണ്. ഇവിടെ വെദർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ ദർ ഇസ് നോ ഡിഫറൻസ്. ഐ മീൻ സബ്ജക്റ്റ് പ്ലസ് V2. സബ്ജക്റ്റിനോട് കൂടി വേർബ് ടു മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ റിയ സിംഗുലറാണ്, ലൈക്ക്ഡ് യൂസ് ചെയ്തു. പ്ലൂറൽ ആണെങ്കിലും ലൈക്ക്ഡ് തന്നെ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റിനോട് കൂടി ഇത് വിൽ ഓർ ഷാൾ യു ഹാവ് ടു യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർബ് നമ്മൾ യൂസ് ചെയ്യണം. റിയ വിൽ റീഡ്. സോ this indicates an action, it is going to be happen, future tense. Okay, let us discuss what is given in our textbook. Okay children, take your page number 12. There you can see let us learn grammar. You can see such a title, and just below tenses, simple past, present, future, present continuous, you can see given in bracket. And just below one instruction given. We have already learned that every sentence must have a verb. A verb is used that tells us about an action, a state of being or an occurrence. A verb in a sentence also shows the time of action, present, past or future. നമ്മൾ നേരത്തെ പറഞ്ഞു വേർബ്, ഒരു സെൻറ്റൻസിലെ വേർബ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. റിയലി what time that action happened, ഏത് സമയത്താണ് ആ ആക്ഷൻ നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വേർബാണ് നമുക്കത് പറഞ്ഞു തരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് യു ക്യാൻ സി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇൻ വിച്ച് സിറ്റുവേഷൻസ്, ഏതൊക്കെ സന്ദർഭത്തിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഗിവൺ. വി യൂസ് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഫസ്റ്റ് സിറ്റുവേഷൻ, വെൻ വി ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് ഈസ് എ ഫാക്ട് നൗ. ഹി ഈസ് എ ബോയ്, അതൊരു ഫാക്റ്റാണ്. Some examples, Ramesh is 8 years old. He has 2 sisters. He likes to play football. ഇതൊക്കെ ഓരോ പ്രസ്താവനകളാണ്. ഇങ്ങനെയുള്ള അറ്റ് പ്രസൻറ്റ് ഫാക്റ്റിനെ കാണിക്കാനാണ് നമ്മൾ എ ഫാക്ട് നൗ. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. സിമ്പിൾ പ്രസൻറ്റ് വി ആർ യൂസിങ്. സെക്കൻഡ് സിറ്റുവേഷൻ, when we talk about something that occurs every day or regularly, I mean routines. നമ്മൾ ഡെയിലി ഹാബിറ്റിനെ കാണിക്കാൻ. an example, she comes to school by bus. she comes to school by bus. അപ്പോൾ അവൾ എന്നും എങ്ങനെയാണ് വരുന്നത്? ഡെയിലി റൂട്ടീനാണ്. അപ്പോൾ ഡെയിലി റൂട്ടീൻസിനെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. another example, she goes to the supermarket with her family on Sunday afternoons. Third situation, when we talk about
ടൈംലെസ് ആൻഡ് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് പെർമനൻറ്റ് ട്രൂത്ത്. സൺ റൈസസ് ഇൻ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദർ ഇസ് നോ ചേഞ്ച്. അതൊരു ട്രൂത്താണ്. ആ ട്രൂത്തിന് ഒരു വ്യത്യാസവും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയല്ല, ടൈംലെസ്, കാലാകാലമായിട്ട് നിലനിൽക്കുന്ന പെർമനൻറ്റ് ട്രൂത്തിനെ കാണിക്കാൻ നമുക്ക് ഏത് ടെൻസ് യൂസ് ചെയ്യാം? പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാം. ദ എർത്ത് ഈസ് റൗണ്ട്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ടോക്ക് അബൌട്ട് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. ചില ആളുകൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും. നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പക്ഷേ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഒരു എക്സാമ്പിൾ, ദ ക്ലിനിക് ക്ലോസസ് അറ്റ് 9 PM ടുഡേ. ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ക്ലോസ്. ഇപ്പം നിയർ ഫ്യൂച്ചറിനെ കാണിക്കാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നു. നിയർ ഫ്യൂച്ചർ, അവർ സ്കൂൾ കൊയർ പെർഫോംസ് ടുമോറോ. ടുമോറോയുടെ കാര്യമാണ്, പക്ഷേ ഫ്യൂച്ചർ അല്ല, നമ്മൾ പെർഫോംസ് ആണ് യൂസ് ചെയ്തത്. സിമ്പിൾ പ്രസൻറ്റ്. സോ വൺസ് അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ് ദ സിറ്റുവേഷൻ. പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. പ്ലാൻഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പ്രസൻറ്റ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ ഏതൊക്കെ സിറ്റുവേഷനാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, when we talk about something that happened in the past. I finished reading the book yesterday. Kriti baked some biscuits of everyone. Both actions finished, baked, already finished actions. Second situation, when we report something said by someone. ആരോ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഏത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. റീന said that she read the book yesterday. Here not read, pronunciation read ആണ്, സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷേ നമ്മൾ verb read, read ആണ് പ്രൊനൗൺസിയേഷൻ. പാസ്റ്റ് ഫോം ആകുമ്പോൾ നമ്മൾ റെഡ് ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഭരത് said he was hungry. said he was hungry. ഇവിടെ നമ്മൾ റിപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, വെൻ വി വിഷ് ഫോർ സംതിങ് ദാറ്റ് വി നോ ക്യാൻ നെവർ കം ട്രൂ. ആക്ച്വലി വി നോ ഇറ്റ് വിൽ നെവർ കം ട്രൂ, ബട്ട് വി വിഷ്ഡ് സോ. വൺ എക്സാമ്പിൾ, ഐ വിഷ് ഐ ഹാഡ് എ ഫെയറി ഗോഡ് മദർ. അത് നമുക്കറിയാം ഒരിക്കലും സാധ്യമാവില്ല എന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുകയാണ്, ഐ ഹാഡ്, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, സം ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ദ. ജസ്റ്റ് ഐ ആം ഇൻട്രൊഡ്യൂസിങ് ദ ക്വസ്റ്റ്യൻ. ചേഞ്ച് ദ സെൻറ്റൻസസ് ഫ്രം സിമ്പിൾ പാസ്റ്റ് ടു സിമ്പിൾ പ്രസൻറ്റ്. ഒന്നുകിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റിലേക്ക്, അതല്ലെങ്കിൽ എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടു സിമ്പിൾ പാസ്റ്റ്. ദാറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ. ലെറ്റ് us check the first question. The performer cracked a joke and the audience laughed. One question for you. What is the tense? തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ് ടെൻസ്? The performer cracked. ed is there. No doubt. Finished action. Simple past. So that sentence you have to change to simple present. അപ്പോൾ ആ സിമ്പിൾ പാസ്റ്റിനെ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റിലേക്ക് മാറ്റുക. How we can change that one? The performer, subject remain the same. Cracked past form ആണ്, നമുക്ക് വേണ്ടത് എന്താണ്? പ്രസൻറ്റ് ഫോമാണ്. ദ പെർഫോമർ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ക്രാക്സ്, എസ് ആഡ് ചെയ്യുക. ക്രാക്സ് എ ജോക്ക് ആൻഡ് ദ ഓഡിയൻസ് ലാഫ്ഡ്, ഇനി വേണ്ട, ആൻഡ് ദ ഓഡിയൻസ് ലാഫ്. സെക്കൻഡ് വൺ, സ്ട്രീറ്റ് ഹോക്കേഴ്സ് കോൾഡ് ഔട്ട് their wares as they carried them along. കോൾഡ് ഔട്ട് ആണ്, നമുക്കറിയാം പാസ്റ്റ് ഫോം തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി പ്രസൻറ്റിലേക്കാണ് മാറ്റേണ്ടത്. സ്ട്രീറ്റ് ഹോക്കേഴ്സ്, ഹോക്കേഴ്സ് പ്ലൂറലാണ്. കോൾ ഔട്ട് their wares as they carry them along. സിമ്പിൾ പ്രസൻറ്റിലേക്ക് മാറ്റി. നെക്സ്റ്റ്, the roads are so choked with traffic that it is better to go by train. The roads
ആർ സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റി. ദ റോഡ്സ് were so choked with traffic that it was better to go by train. In it, last one, we visit our relatives when we have the time. ടെൻസ് ഏതാണ്? വി വിസിറ്റ് എന്ന് വരുമ്പോൾ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തു. വി വിസിറ്റഡ് our relatives when we had the time. Clear? Okay. Next, future tense. The future tense is used to express an action or activity in the future time. Example, we shall play cricket in the evening. They will come here tomorrow to pay us a visit. ഇനി ഈ ഫ്യൂച്ചർ ടെൻസിൽ ഗോയിങ് ടു കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് to express future action. The train is, listen, going to is also used to express the future time. It is going to happen. Listen, the train is going to arrive in 5 minutes. എത്തിയിട്ടില്ല, പക്ഷെ എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ അതേ പ്രയോഗമാണ് ഗോയിങ് ടൂല്. We see that shall, will or going to can be used to express time in future. Okay. And one task for you, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാണ്. റൈറ്റ് അറ്റ് ലീസ്റ്റ് 2 sentences using future tense. ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് നിങ്ങൾ 2 സെൻറ്റൻസ് മേക്ക് ചെയ്യണം. ടു സേ വാട്ട് യു വിൽ ഡു ആഫ്റ്റർ യു റിട്ടേൺസ് ഹോം ഫ്രം സ്കൂൾ. ആഫ്റ്റർ യു റിട്ടേൺ ഫ്രം സ്കൂൾ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഐ വിൽ ഫസ്റ്റ് ചേഞ്ച് മൈ സ്കൂൾ യൂണിഫോം. ലൈക്ക് കേസ് can you construct 2 more sentences in future tense? Okay, you have to do that one. Next, the present continuous tense. Present continuous tense ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നു എല്ലാ ഡീറ്റെയിൽ ആയിട്ടല്ലേ. നമുക്ക് നോക്കാം. The present continuous tense is used to talk about actions that are going on or are taking place at the time of speaking. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. It is formed by adding am, is or are to a verb ending in ing. Examples, she is working very hard. They are going to school. I am eating my lunch. It is also used when we talk about activities planned for the future. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ കാണിക്കാൻ. എക്സാമ്പിൾ, ദ ക്ലാസ് ഈസ് ഗോയിങ്. അപ്പോൾ അത് നടന്നിട്ടില്ല, ടുമോറോ ആണ്, പക്ഷെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈസ് ഗോയിങ് ടു ദി മ്യൂസിയം ടുമോറോ. അപ്പോൾ ഫ്യൂച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻ ഫ്യൂച്ചറിൽ നടക്കുന്നതിനെ കാണിക്കാൻ, ഡിനോട്ട് ചെയ്യാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. The following verbs do not usually take the continuous tense. ബിലീവിങ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ബിലോങ്, കണ്ടെയ്ൻ, ഇതിനൊന്നും നമ്മൾ ജിറൻഡ് ഫോം യൂസ് ചെയ്യുന്നില്ല. യു വിൽ നോട്ടീസ് ദാറ്റ് ദർ ഈസ് നോ സെൻറ്റൻസ് ഇൻ ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ഇൻ ദ സ്റ്റോറി. ഐ തിങ്ക് യു ഹാവ് റെഡ് അവർ സ്റ്റോറി മെനി ടൈംസ്. ഹാവ് യു നോട്ടീസ്ഡ് എനി സെൻറ്റൻസ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ്? നമ്മളുടെ സ്റ്റോറിയിൽ ഏതെങ്കിലും സെൻറ്റൻസ് നിങ്ങൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കണ്ടോ? നോ. ലിസൺ. It is narrative and a description of what happened in the past. അത് നമ്മൾ പാസ്റ്റിലെ സ്റ്റോറിയാണ്. അപ്പോൾ പിന്നെ അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വൺ, അണ്ടർലൈൻ ദ കറക്റ്റ് വേർബ്സ് ഇൻ ദ ബ്രാക്കറ്റ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ദ ഗസ്റ്റ് ഈസ് വെയിറ്റിംഗ്, വെയിറ്റ്, 2 വേർഡുകളാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദ ഗസ്റ്റ് ഡാഷ് ഫോർ ദ ടാക്സി. ദ ഗസ്റ്റ് ഈസ് വെയിറ്റിംഗ്. പ്രിയ ഈസ് ബിസി നൗ. She is dash a cake for us. Is baking ആണ് കറക്റ്റ് ആൻസർ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, നൗ ആണല്ലോ. Tina and Harsh dash to Australia on Tuesday are flying. Correct answer. Our neighbor is Swaminathan often is visiting ഉണ്ട്, visits us ഉണ്ട് കൊടുത്തിട്ടിരിക്കുന്നത് അല്ലേ. Which one is correct? Visits. Visits ആണ് correct. Okay. Next, Arya is going or goes to school by bus every morning.
എവ്രി മോർണിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഗോസ്. നെക്സ്റ്റ്, the trees in my garden are produce a lot of fruit every year. The trees in my garden produce a lot of fruit every year. Okay. So you have to read these questions once again. And fourth one that we can discuss in our next class. Anyway, you have to check that pictures. Okay. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. In your notebook, write 3 or 4 sentences about each picture. ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഓരോ പിക്ചർ നോക്കിയിട്ടും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ഡൗൺ 3 or 4 sentences. Use present continuous tense to describe the picture. So, which tense you have to use while you are writing sentences? You have to use present continuous tense. അപ്പോൾ നിങ്ങൾ 3 or 4 sentences എഴുതുമ്പോൾ you should use present continuous only, that you can write down in your notebook. Okay.